നമ്മളിപ്പോ പറഞ്ഞ പോലെ തന്നെ ഞാൻ അത് കാണിക്കാൻ വേണ്ടിയാണ് അത് പറഞ്ഞത്. ചരിത്രത്തിൽ ഇന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രങ്ങളിൽ നമുക്ക് മനുഷ്യന്റെ പുരാതന ചരിത്രത്തിൽ കാണാൻ കഴിയുന്ന ആദ്യത്തെ സമൂഹം സുമേരിയക്കാരാണ്. സുമേരിയക്കാർ എന്ന് പറയുമ്പോൾ അത് നൂഹ് നബിയുടെ കാലക്കാരാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് ചരിത്രത്തിൽ വരുന്ന ഏറ്റവും ആദ്യത്തെ നാമം സെമിറ്റിക്കുകളുടേതാണ്. കാരണം എന്തെന്നാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം ഈ ആദ് സമുദായമാണ്, അതായത് സെമിറ്റിക്കുകളിലെ ആദ്യത്തെ തലമുറയാണ് ലോക പ്രശസ്തരായി തീർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഈ വലുപ്പവും ഈ വിജയവും ഈ ആധിപത്യ സ്വഭാവവുമെല്ലാം 7-ാം അധ്യായത്തിലെ 69-ാമത്തെ വചനത്തിൽ അള്ളാഹു ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രവാചകൻ അവരോട് പറയുന്നതായിക്കൊണ്ട് അള്ളാഹു പറയുകയാണ്, വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി നൂഹ്. സൂറത്തുൽ അറാഫിലെ ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അവരുടെ പ്രവാചകൻ അവരോട് പറയുകയാണ്, ആദ് സമുദായമേ, നിങ്ങൾ ആലോചിക്കുക, ഇത് ജഅലകും ഖുലഫാഅ മിൻ ബഅദി നൂഹ്, നൂഹ് നബിയുടെ ശേഷം അള്ളാഹു നിങ്ങളെ അധിപതികളാക്കിയ അനുഗ്രഹം നിങ്ങൾ ആലോചിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ആ കാലഘട്ടത്തിലെ ഏറ്റവും ഉന്നതരായ അധിപതികളായ കാര്യക്കാരായ ആൾക്കാരായിരുന്നു എന്ന് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതനുസരിച്ച് ലോകമെമ്പാടും സഞ്ചാരം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. ലോകത്തുള്ള മറ്റു ജനവിഭാഗങ്ങളെ നയിക്കാനും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും മാത്രമല്ല, ഇന്നത്തെ ചില സാമ്രാജ്യ ശക്തികൾ ചെയ്യുന്നത് പോലെ മറ്റു ജനവിഭാഗങ്ങളുടെ ആഭ്യന്തരമടക്കമുള്ള കാര്യങ്ങളിൽ സമഗ്രമായും സമർത്ഥമായും ഇടപെടാനുമുള്ള കഴിവ് അന്നത്തെ സാമ്രാജ്യ ശക്തിയായിരുന്ന ആദ് ജനതക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആ പ്രത്യേകത കൊണ്ട് തന്നെ അവർ വ്യതിരിക്തരായി അവർ വേറിട്ടു നിന്നു. ഇവരുടെ ആവാസ കേന്ദ്രം അറേബ്യയാണെന്ന് പറഞ്ഞു. അറേബ്യയിലെ അഹ്ഖാഫ് എന്ന പ്രദേശത്താണ്. ഈ പ്രദേശം പഴയ യമനിലാണ്. യമനിൽപ്പെട്ട സ്ഥലമാണ് അഹ്ഖാഫ്. പുതിയ ബൗണ്ടറി അനുസരിച്ചുകൊണ്ട് അത് സൗദി അറേബ്യയിലെ റുബുൽ ഖാലി എന്ന മരുഭൂമിയിലാണ് ഇപ്പോൾ ആ പ്രദേശമുള്ളത്. ഇവർ എല്ലാ അർത്ഥത്തിലും കരുത്തരായിരുന്നു. മാത്രമല്ല, അവർ പ്രാദേശികമായ ആധിപത്യത്തിൽ നിന്ന്, സത്യത്തിൽ അഹ്ഖാഫ് എന്ന ഒരു ഗ്രാമത്തിൽ വളർന്നു വന്ന ഒരു ജനത വളർന്ന് അവർ ലോകാധിപത്യത്തിലേക്ക് എത്തി. അത്രമാത്രം ശക്തിയുള്ള ഒരു മാനുഷിക വിഭവത്തിന്റെ ഉടമകളായിരുന്നു അവരെല്ലാവരും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ അൽ അറാഫിൽ പറഞ്ഞ വദ്കുറൂ ഇദ് ജഅലകും ഖുലഫാഅ മിൻ ബഅദി നൂഹ് എന്ന ആ ആയത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. സെമിറ്റിക്കുകൾ ആ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ സെമിറ്റിക് വിഭാഗങ്ങളുടെ മേലിലും ആദ് സമുദായം ഒരുതരം ആധിപത്യം പുലർത്തി എന്ന് ആധുനിക ചരിത്രകാരന്മാർ വരെ കണ്ടെത്തിയിട്ടുണ്ട്. കാർത്തേജിലും സിറിയയിലും അതുപോലെ തന്നെ ബാബിലോണിയയിലും ഈജിപ്തിലുമെല്ലാം അന്ന് ജീവിച്ചിരുന്ന സെമിറ്റിക്കുകൾ, തവിട്ടു നിറം കലർന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ വെളുപ്പ് നിറത്തോട് അടുത്തു നിൽക്കുന്ന മനുഷ്യന്മാർ, ആ മനുഷ്യന്മാർക്ക് മേൽ എല്ലാ അർത്ഥത്തിലുള്ള ആധിപത്യവും പുലർത്തുന്നവരായിരുന്നു ആദ് ജനത. ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ആദ് ജനതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കൗതുകകരമായൊരു സംഭവം, ഇവരെ സംബന്ധിച്ച് പറയുന്ന ഈ പ്രത്യേകതകളെല്ലാം ഉള്ള ഒരു ജനത ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഇന്ത്യയിലെ അടിസ്ഥാന വർഗം ദ്രാവിഡന്മാരാണ്, നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ദ്രാവിഡന്മാരുടെ സ്വാതന്ത്ര്യത്തിനും സ്വൈരവിഹാരത്തിനും മേൽ ആര്യന്മാർ ആധിപത്യം സ്ഥാപിച്ച ഒരു ചരിത്രമാണ് ഭാരത പഴമയ്ക്ക് പറയാനുള്ളത്. ദ്രാവിഡന്മാരായിരുന്നു അടിസ്ഥാന സമൂഹമെങ്കിലും അവരെ പരാജയപ്പെടുത്തി, അവരെ തോൽപ്പിച്ച് ആര്യന്മാർ അവരുടെ സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായ ഒരു ചരിത്രമാണ് ഇന്ത്യയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് വന്ന ആര്യന്മാർ അവർ സെമിറ്റിക്കുകളാണ് എന്ന് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെമിറ്റിക്കുകളിലെ ആദ്യത്തെ തലമുറയായ ആദ് ജനതയുമായി ബന്ധമുള്ള ഒരു വിഭാഗമായിരിക്കണം തീർച്ചയായും അവിടെ വന്ന ആര്യന്മാർ എന്നാണ് ഇന്ന് ഭൗതിക ചരിത്രകാരന്മാർ വരെ അനുമാനിക്കുന്നത്. അത് ശരിയായിരിക്കാൻ ഒരുപാട് തെളിവുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഒന്നാമതായി, ആര്യന്മാർ ഇന്ത്യയിൽ ഉണ്ടായവരല്ല എന്ന്
ഋഗ്വേദമടക്കമുള്ള വേദങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഋഗ്വേദത്തിന്റെ 6-ാം മണ്ഡലം 45-ാമത്തെ സൂക്തത്തിൽ വ്യക്തമായി പറയുന്നത് ആര്യവംശക്കാരായ യദുക്കളെ ഇന്ദ്രൻ ദൂരദിക്കിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആര്യന്മാർ ഇന്ത്യയിൽ ഉണ്ടായവരല്ല, ദൂരെ ദിക്കിൽ നിന്ന് ഇന്ദ്രൻ കൊണ്ടുവന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ സെമിറ്റിക്കുകൾ എന്ന അറേബ്യയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ആൾക്കാർ അവർ ഇന്ത്യയിലേക്ക് അഫ്ഗാനിസ്ഥാൻ, ഇറാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ പലായനം ചെയ്ത് എത്തിയ ആൾക്കാരായിരിക്കാം സ്വാഭാവികമായും ആര്യന്മാർ എന്നാണ് അനുമാനിക്കുന്നത്. മാത്രമല്ല അള്ളാഹു അവർക്ക് നൽകിയ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നും ആര്യന്മാർക്ക് നൽകിയ പ്രത്യേകതകൾ എന്തായിരുന്നു എന്നും പരിശോധിക്കുമ്പോഴും ഈ താരതമ്യം നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണമായി സെമിറ്റിക്കുകൾ എന്ന് പറഞ്ഞാൽ സാം ബിൻ നൂഹിന്റെ വംശപരമ്പര. ഉദാഹരണമായി ഖുർആൻ 7-ാം അധ്യായത്തിലെ 69-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രവാചകനിലൂടെ അവർക്ക് നൽകിയ പ്രത്യേകതകൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിങ്ങനെയാണ്: വസാദകും ഫിൽ ഖൽഖി ബസ്തതൻ വസാദകും ഫിൽ ഖൽഖി ബസ്തതൻ, നിങ്ങൾക്ക് അല്ലാഹു വല്ലാത്തൊരു ശാരീരിക വികാസം നൽകി എന്നത്. ആദ് സമുദായത്തെ സംബന്ധിച്ച് പറയുന്ന ഖുർആൻ വ്യാഖ്യാനങ്ങളിലും ഇസ്ലാമിക ചരിത്രങ്ങളിലും എല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യം, ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല കരുത്തന്മാരും ഏറ്റവും നല്ല അധികായന്മാരുമായിരുന്നു ആദ് ജനത എന്നാണ് പറയുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം അധ്യായത്തിലെ 69-ാമത്തെ വചനത്തിലൂടെ അനുസ്മരിക്കുകയും ചെയ്യുന്നുണ്ട്. വസാദകും ഫിൽ ഖൽഖി ബസ്തതൻ, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സൃഷ്ടിപ്പിൽ, അതായത് നിങ്ങളുടെ ശാരീരികമായ അവസ്ഥയിൽ അള്ളാഹു ഒരു തരം വിശാലത നിങ്ങൾക്ക് പ്രദാനം ചെയ്തു. ആദു ജനതയെ സംബന്ധിച്ചിടത്തോളം അതേ ചരിത്രം തന്നെയാണ് ഭാരത പഴമയ്ക്ക് പറയാനുള്ളത്. അയ്യപ്പൻ തന്റെ ഭാരത പഴമ എന്ന പുസ്തകത്തിൽ വ്യക്തമായും ആര്യന്മാരുടെ സ്വഭാവം പറയുന്നുണ്ട്. അവർ വളരെ മനോഹരമായ, കാണാൻ ഭംഗിയുള്ള, ശാരീരിക സൗകുമാര്യമുള്ള ജനവിഭാഗമായിരുന്നു എന്നാണ് അത് പറയുന്നത്. ആദ് ജനതയുടെ മറ്റൊരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ പറയുന്നത് അവർ അഹങ്കാരികളായിരുന്നു എന്നാണ്. അഹങ്കാരികൾ എന്ന് പറഞ്ഞാൽ വെറുതെ അഹങ്കാരം കാണിക്കുകയല്ല, ചാടാൻ കഴിയാത്തവൻ, എഴുന്നേൽക്കാൻ കഴിയാത്തവൻ പറയുന്ന അഹങ്കാരമല്ല, മറിച്ച് ശേഷികൾ ഉണ്ടായതുകൊണ്ട് ആ കാലഘട്ടത്തിലെ എല്ലാ മനുഷ്യന്മാരെയും കവച്ചുവെക്കാനും പരാജയപ്പെടുത്താനും കഴിയുന്ന അത്രമേൽ ശക്തമായ ശേഷി ഉണ്ടായതുകൊണ്ട് തന്നെ അഹങ്കരിക്കുന്ന ഒരു ജനതയായിരുന്നു അവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല 41-ാമത്തെ അധ്യായത്തിലെ 15-ാമത്തെ ആയത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, സൂറത്തു സജദയിൽ: ഫഅമ്മാ ആദുൻ, അപ്പോൾ ആദു ജനത, ഫസ്തക്ബറു ഫിൽ അർളി, അവർ ഭൂമിയിൽ അഹങ്കാരം കാണിച്ചു, ബിഗൈരിൽ ഹഖ്, ന്യായമേതുമില്ലാതെ, വഖാലു, അവർ അഭിമാനപ്പെടുകയും ചെയ്തു, മൻ അശദ്ദു മിന്നാ ഖുവ്വ, ഞങ്ങളെ വെല്ലാൻ ആരുണ്ട് എന്നവർ അഭിമാനം പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ജനത എല്ലാവിധ ശേഷികളും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വല്ലാത്തൊരു തരം അഹങ്കാരം മനസ്സിൽ സൂക്ഷിക്കുന്നവരായിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്ത്യൻ ഫിലോസഫി എന്ന പുസ്തകത്തിൽ പറയുന്നത് സ്വശക്തിയിലുള്ള അഭിമാനം, അന്യരെ ജയിച്ചടക്കാനുള്ള ത്വരയും ആര്യന്മാരുടെ പ്രത്യേകതയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആദു ജനവിഭാഗവുമായി ആര്യന്മാർക്ക് വളരെ അടുത്ത ബന്ധമാണ് കാണുന്നത്. മറ്റൊരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദു ജനതയുടെ പ്രത്യേകത പരിചയപ്പെടുത്തുന്നിടത്ത് വീണ്ടും പറയുകയാണ് 26-ാമത്തെ അധ്യായത്തിലെ 130-ാമത്തെ ആയത്തിൽ: വൈദാ ബതഷ്തും ബതഷ്തും ജബ്ബാരീൻ, അവർ ഒരാളെ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയെ സംബന്ധിച്ചാണ് അല്ലാഹു ഈ ആയത്തിലൂടെ പറയുന്നത്. ഇതും അവരുടെ പ്രവാചകൻ അവരെ ഉപദേശിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സൂറത്തിൽ ഇങ്ങനെ പറയുന്നത്: വൈദാ ബതഷ്തും ബതഷ്തും ജബ്ബാരീൻ, നിങ്ങൾ ഒരാളോട് പ്രതിക്രിയ ചെയ്യുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ ശിക്ഷിക്കുകയാണ് എങ്കിൽ, നിങ്ങൾ വല്ലാതെ ക്രൂരമായി ശിക്ഷിക്കുന്നവരാണ്, നിങ്ങൾ കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യന്മാരാണ് നിങ്ങൾ എന്ന് അവരെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. സത്യത്തിൽ ആദു ജനതയുടെ പ്രത്യേകത അതുതന്നെയായിരുന്നു. അവര് ലോകത്തെ മേലാളന്മാരായിരുന്നു. തങ്ങളുടെ മേൽക്കോയ്മ അംഗീകരിക്കാൻ തങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ പുറം നാടുകളിലോ എന്തെങ്കിലും വെല്ലുവിളി വന്നാൽ ആ വെല്ലുവിളിയെ കൈക്കരുത്തുകൊണ്ട് നേരിട്ട് തോൽപ്പിക്കുന്ന
അതിനീചമായ അതിക്രൂരമായ ഒരു സ്വഭാവ വിശേഷണം ആദ് ജനതയ്ക്ക് എന്നും ഉണ്ടായിരുന്നു എന്നാണ് ഇസ്ലാമിക ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഭാരത പഴമയിൽ ആര്യന്മാരെയും ഈ സ്വഭാവത്തിൽ തന്നെയാണ് പറയുന്നത്. വളരെ നീചമായ അല്ലെങ്കിൽ വളരെ ക്രൂരമായ ക്രമത്തിലായിരുന്നുവല്ലോ ആര്യൻ ജനത അവരുടെ ഫാഷിസം അടിസ്ഥാനവർഗമായ ഇന്ത്യൻ അടിസ്ഥാനവർഗമായ ദ്രാവിഡർക്ക് മേൽ നടപ്പിലാക്കിയത്. നമുക്കത് വ്യക്തമായും അറിയുന്ന ഒരു ചിത്രമാണ്. ഉദാഹരണമായി ആര്യന്മാർ ശൂദ്രന്മാർക്കെതിരെ ചെയ്ത ഏറ്റവും വലിയ ബ്രഹ്മാവിന്റെ കാലിൽ നിന്നുണ്ടായതാണ് എന്ന് വിശ്വസിക്കുന്ന ശൂദ്രന്മാർ അവരെ ശൂദ്രന്മാർ എന്ന പേരിൽ താഴെ തട്ടിലാക്കി നിർത്തുകയും അവരെ സമൂഹത്തിൽ ഒന്നിനും കൊള്ളരുതാത്തവരായി അംഗീകരിക്കേണ്ട ഒരു നിർബന്ധമായ സാഹചര്യം ഭാരത ധർമ്മത്തിൽ വരുത്തുകയും ചെയ്തത് ആര്യന്മാർ നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ആര്യന്മാരുടെ മേൽനോട്ടത്തിലുണ്ടായിരുന്ന ഹൈന്ദവ ധർമ്മത്തിൽ അലിഖിതമായൊരു നിയമമുണ്ടായിരുന്നു. ശൂദ്രന്മാർ പഴയ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നത് അവിടുത്തെ നിയമമായിരുന്നു. ശൂദ്രന്മാർ കീറിയ വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്നത് അവിടുത്തെ നിയമമായിരുന്നു. ശൂദ്രന്മാർ കീറിയ കുടകൾ മാത്രമേ ചൂടാവൂ എന്നത് അവിടുത്തെ നിയമമായിരുന്നു. മാത്രമല്ല ബ്രാഹ്മണനെ ശുശ്രൂഷിക്കുക എന്നത് ശൂദ്രന്റെ നിയമമാണ്. ജനിച്ചു വീണ ഒരു ശൂദ്രൻ ബ്രാഹ്മണനെ ശുശ്രൂഷിച്ചിരിക്കണം, അല്ലാതെ വരുന്നത് കടുത്ത ശിക്ഷയ്ക്ക് വിധേയമാകും. എന്നാൽ ബ്രാഹ്മണനാണ് കുളിക്കാനുള്ള അവകാശമുള്ളത്. കുളിക്കാനുള്ള അധികാരമുള്ളത് ബ്രാഹ്മണന് മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ അവൻ ബ്രഹ്മാവിന്റെ ശിരസിൽ നിന്നുണ്ടായതാണ്. ആ ഒരു മേൽക്കോയ്മയെ അംഗീകരിച്ചുകൊണ്ടെന്നോണം ശൂദ്രന്മാർ കുളിക്കുക തുടങ്ങിയ അലങ്കാരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നത്, അതെല്ലാം ശക്തമായി നിരുത്സാഹപ്പെട്ടിരുന്നു എന്നത് ഇന്ത്യൻ പഴമയിൽ നിന്ന് നമ്മുടെ അടിസ്ഥാനവർഗമായ ദ്രാവിഡ സമൂഹം നേരിട്ട അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല വളരെ രസകരമായ ഒരുപാട് സംഭവങ്ങൾ ശൂദ്രന്മാർക്കെതിരെ വളരെ ക്രൂരമായി ആര്യന്മാർ നടപ്പിൽ വരുത്തിയിരുന്നു എന്നതിന് ഭാരതീയ ഇതിഹാസങ്ങളിൽ ധാരാളം തെളിവുകളുണ്ട്. അതിൽപ്പെട്ടതാണ് നാം ചിലതിപ്പോൾ പറഞ്ഞത്. അതേപോലെ തന്നെ ശൂദ്രന്മാർ ഒരിക്കലും ഒരു ബ്രാഹ്മണനെ ഉപദ്രവിക്കാൻ പാടില്ല. ഒരു ബ്രാഹ്മണന്റെ സ്വരത്തേക്കാൾ ഉയർന്ന സ്വരത്തിൽ ബ്രാഹ്മണനോട് സംസാരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവനെ ജനസമക്ഷം വിളിച്ചു വരുത്തുകയും അവന്റെ അവയവമേതെങ്കിലും ഒന്ന് കയ്യോ കാലോ പരസ്യമായി വെട്ടിമുറിക്കുകയും ചെയ്യണമെന്നത് അന്നത്തെ ആര്യന്മാർ നടപ്പിലാക്കിയ ഹിന്ദു ധർമ്മത്തിന്റെ ഭാഗമായിരുന്നു. മാത്രമല്ല വ്യഭിചരിക്കുക എന്നത് അല്ലെങ്കിൽ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കാൻ വേണ്ടിയുള്ള മാർഗങ്ങളിൽ ഏർപ്പെടുക എന്നത് ശൂദ്രന്മാരെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടുന്ന കാര്യമായിരുന്നില്ല. ശൂദ്രന്മാർ ശൂദ്ര സ്ത്രീകളെ മാത്രമേ മോഹിക്കുകയോ ഭോഗിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എന്നായിരുന്നു അവിടുത്തെ നിയമം. ഒരു ബ്രാഹ്മണ സ്ത്രീയെ ഒരു ശൂദ്രൻ ഭോഗിച്ചാൽ തീർച്ചയായും അവന്റെ അവയവം, അവന്റെ ലിംഗം ഛേദിച്ചു കളയണമെന്നത് അന്നത്തെ നിയമമായിരുന്നു. ഹൈന്ദവ ധർമ്മത്തിന്റെ ആര്യസ്പർശനമേറ്റ ഗൗതമസൂത്രത്തിലും മനുസ്മൃതിയിലെല്ലാം പറയുന്ന നിയമങ്ങളാണ് ഇത്. ആ വേദങ്ങളെല്ലാം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ബ്രാഹ്മണന്റെ ഒപ്പം നടക്കാൻ ശൂദ്രൻ അവകാശമുണ്ടായിരുന്നില്ല. അങ്ങനെയെങ്ങാനും അശ്രദ്ധയിൽ നടന്നുപോയാൽ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവനെ ചമ്മട്ടിയടിക്കുന്ന ഒരു നിയമമാണെന്നുണ്ടായിരുന്നത്. മാത്രമല്ല വേദം എന്നത് കേൾക്കാനുള്ള അവകാശവും അധികാരവും അത് ഉന്നത ജാതിക്കാരായ ആൾക്കാർക്ക് മാത്രമായിരുന്നു. ശൂദ്രന്മാരെക്കാൾ ഉന്നതരായ വൈശ്യന്മാർക്കോ അല്ലെങ്കിൽ അവരെക്കാൾ ഉന്നതരായ ക്ഷത്രിയന്മാർക്കോ പോലും അതിനുള്ള ശരിയായ അവകാശം ഉണ്ടായിരുന്നില്ല. വേദം എന്നത് ദൈവത്തിന്റെ വചനങ്ങളാണെന്നും അത് കേൾക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും തൊടാനും പഠിപ്പിക്കാനും കൊണ്ടു നടക്കാനും ആചരിക്കാനുമുള്ള അവകാശം അത് ദൈവത്തിന്റെ സ്വന്തം മക്കളായ ബ്രാഹ്മണന്മാർക്ക് മാത്രമാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇത്തരത്തിൽ സമൂഹത്തിൽ ഒരു ക്രീമി ലെയറിനെ ക്രിയേറ്റ് ചെയ്തു എന്നത് ആര്യന്മാർ ചെയ്ത ഭാരതീയ ഇതിഹാസത്തിൽ ചെയ്ത ഏറ്റവും വലിയ വിക്രിയകളൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ശൂദ്രന്മാർ അടക്കമുള്ള താഴ്ന്ന ജാതിക്കാർ വേദം കേൾക്കുന്ന ഒരു സാഹചര്യം, വേദം വായിക്കുന്നതല്ല, പാരായണം ചെയ്യുന്നതല്ല, വേദം കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും അവന്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കണമെന്നത്
ഹൈന്ദവ ധർമ്മത്തിന്റെ ആധാരശിലകളിലൊന്നായ മനുസ്മൃതിയിൽ വളരെ വ്യക്തമായി നമുക്കിപ്പോഴും വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നവനാണ്. ഒരു ബ്രാഹ്മണനെ കൊന്നുകഴിഞ്ഞാൽ അത് ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. ഒരു ബ്രാഹ്മണനെ എങ്ങാനും ഒരു ശൂദ്രൻ കൊന്നാൽ